മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്ത് എത്തുന്നതിന് മുൻപ് അവർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരം കണ്ടു. ചെങ്കടലിൻ്റെ നടുവിലൂടെ ദൈവം തൻ്റെ ജനത്തെ നടത്തി. അത് ഈ ലോകത്ത് ആദ്യമായി നടന്ന ഒരു ദൈവപ്രവൃത്തിയാണ്. ചെങ്കടൽ രണ്ടായി പുലർത്തിക്കൊണ്ട് ഉണങ്ങിയ നിലത്തുകൂടി ദൈവം തൻ്റെ ജനത്തെ അക്കരെ കടത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവം പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തതുപോലെയല്ല നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് പുതിയ പ്രവൃത്തിയാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്നലകളിൽ ദൈവം ചെയ്തതെല്ലാം പുതിയതായിരുന്നു. ചെങ്കടൽ പിളർന്ന് ദൈവം അവരെ നടത്തി. അവർ ശൂർ മരുഭൂമിയിലെത്തിയപ്പോൾ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ അവർക്ക് വെള്ളം കിട്ടാതെ വലഞ്ഞ ഒരു സമയം വന്നു. അവർ തൊട്ടുമുൻപിൽ കണ്ടത് ഒരു തടാകമാണ്. അവിടെ വെള്ളത്തിനൊരു കയ്പുണ്ടായിരുന്നു. അത് മാറയായിരുന്നു. ആ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ചിലർ ആ മാറായുടെ അനുഭവത്തിൽ പിറുപിറുത്തു. എന്നാൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ചിലർക്ക് ആ കഷ്ടതയുടെ പുറകിൽ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്, ഒരു പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർ ആ മാറായെ മാത്രമല്ല കണ്ടത്, അവരെ വിളിച്ചിറക്കിയ ദൈവം അവരെ നടത്തുന്ന വഴിയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും വിട്ടുമാറാതെ അവരോട് കൂടെ നടക്കുന്നത് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. തൊട്ടുമുൻപിൽ 12 നീരുറവുള്ള ഒരനുഭവം ദൈവം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം മരുഭൂമിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്നാൽ ചില ഇടവേളകളിൽ അവർക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ടായി. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തെ കാത്തിരുന്നവർ ക്ഷമയോടെ ആ കഷ്ടത കടന്നു പോകാൻ അനുവദിച്ചു കൊടുത്തവരെല്ലാവരും ദൈവമഹത്വം കണ്ടു. പ്രിയപ്പെട്ടവരെ, മറ്റാർക്കുമില്ലാത്ത ചില വേദനകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ തുറന്നു പറയണം. ഒരിക്കലും പിതാക്കന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ പിറുപിറുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകരുത്. അവിശ്വാസം വരരുത്. ദൈവം വിശ്വസ്തനാണ്. ദൈവം നിങ്ങൾക്ക് മാത്രം ഒരു കഷ്ടത അനുവദിച്ച് മറ്റൊരാൾക്കൊരു സുഖം അനുവദിച്ച് അങ്ങനെ അനീതി കാണിക്കുന്ന ഒരു ന്യായാധിപതിയല്ല. ദൈവം നിങ്ങൾക്കൊരു വേദന അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ആരും പിറുപിറുക്കരുത്. ആരും ഈ കഷ്ടതയുടെ നടുവിൽ അവിശ്വസിക്കരുത്. ദൈവം വിശ്വസ്തനാണ്. ദൈവമാണ് നിങ്ങളെ വിളിച്ചിറക്കിയതെങ്കിൽ അവൻ നിങ്ങളെ നിത്യതയിലെത്തിപ്പാൻ സർവശക്തനാണ്. നിങ്ങളുടെ മുൻപിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കരുതലുകളെ വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. അപ്പോസ്തലനായ പൗലോസ് നിത്യതയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ടവരായി കിടന്നു. പ്രിയപ്പെട്ടവരെ, ആ ബന്ധനത്തിന് നടുവിൽ താൻ ദൈവത്തെ അവിശ്വസിക്കുകയോ ദൈവത്തോട് പിറുപിറുക്കുകയോ ചെയ്യാതെ പൗലോസിൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ചു. അതെ, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ഈ കഷ്ടതയിലും എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഒരത്ഭുതം നടക്കുമ്പോൾ ദൈവം അവിടെയുണ്ട് എന്ന് പറയാൻ ആർക്കാണ് കഴിയാത്തത്? എന്നാൽ ഒരു കഷ്ടത വരുമ്പോൾ, ഒരൊറ്റപ്പെടൽ വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ അവിടെയും ദൈവമുണ്ട്. ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, കുറച്ചുകൂടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് അത്ഭുതകരമായ ചില പ്രവൃത്തികൾ, ചില വഴികൾ, ചില പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താനുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.